ഹലോ ഫ്രണ്ട്സ്. അപ്പം ലണ്ടൻ വരെ എത്തിയിരിക്കുന്ന എൻ്റെ കാനഡ യാത്രയുടെ ബാക്കി ഭാഗങ്ങൾ കാണാനായിട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ട പോലെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ പോയി കാണാം. ഞാൻ ലണ്ടൻ വരെ എത്തിപ്പെട്ടു. ലണ്ടൻ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 3 to 4 മണിക്കൂർ ഞാനവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അവിടെയുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. തൊട്ട് മുമ്പ് ഒരപ്പാപ്പം കയറിയിരുന്ന വണ്ടി നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെയുള്ള വണ്ടിയിലാണ് സീനിയർ സിറ്റിസൻസ് അല്ലെങ്കിൽ നമ്മൾ അസിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാവരും കൊണ്ടു കിടക്കുന്നത്. ഈ ഒരു 3-4 മണിക്കൂർ എനിക്ക് ലണ്ടനിൽ കിട്ടിയ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായി എനിക്കത് എടുക്കുമായിരുന്നു ബെറ്റർ. കാരണം നമ്മൾ നടന്ന് ഒരു ടെർമിനലിൽ നിന്ന് ഒരു ടെർമിനലിലേക്ക് പോകണമെങ്കിൽ ഈ കാണുന്ന പോലെ മെട്രോയിൽ കയറി പോകണം. എനിക്കാദ്യം ഇത് അറിയില്ലായിരുന്നു. ഞാൻ ഓർത്ത് ഇവിടെ വന്നിട്ട് പിന്നെ മുമ്പോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് എഴുതിയപ്പോഴാണ് വന്ന് നിൽക്കുന്നത് നമ്മുടെ മെട്രോ. അപ്പം ഞാൻ അതിലുള്ള ബോർഡ് ശ്രദ്ധിച്ചു. എനിക്ക് ഈ ഗേറ്റിലേക്കാണ് പോകണ്ടേ. അങ്ങനെ ഞാൻ ഈ കണ്ട ആൾക്കാരുടെ എല്ലാം കൂടെ ഈ മെട്രോയിലേക്ക് കയറി. മെട്രോയിൽ നമ്മൾ പെട്ടിയുണ്ട്, കമ്പിയുണ്ട്, ഫോണും പിടിച്ച് നിൽക്കൽ ഇച്ചിരി പാടായിരുന്നു. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് സി ടെർമിനലല്ല സി ഗേറ്റിൽ നിന്ന് എ ഗേറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പം ഇതിനിടയ്ക്ക് ബി ഗേറ്റിലൊരു സ്റ്റോപ്പുണ്ട്. പിന്നെ നേരെ നമ്മൾ വന്ന് ഇറങ്ങുന്നത് എ ഗേറ്റിലേക്കാണ്. അപ്പം ഇത് ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിലെ ടെർമിനൽ 5 അകത്ത് തന്നെയുള്ള ഗേറ്റ്സ് ആണ്. ആ ഒരു ഗേറ്റിൽ നിന്ന് വേറൊരു ഗേറ്റിലേക്ക് പോകാനുള്ള മെട്രോ ആണ് ഈ കാണുന്നത്. അങ്ങനെ അവിടെ ഇറങ്ങി ഞാൻ ഈ കാണുന്ന ആൾക്കാരുടെ കൂടെ പോയി ലിഫ്റ്റിൽ കയറി. ഇവിടെ പുറത്തിറങ്ങുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ABC ഗേറ്റുകളിലേക്കുള്ള വഴികളൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന് ചെല്ലുമ്പോഴത്തേനും നമുക്കൊരു സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന എല്ലായിടത്തും തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ലിക്വിഡോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. ഈവൻ നമ്മുടെ ചെറിയ മേക്കപ്പ് സാധനങ്ങളാണെങ്കിൽ പോലും അവർ പറയുന്ന മെഷർമെൻറ്റിൽ കൂടുതലാണെങ്കിൽ അവരതെടുത്ത് കളയും. നിങ്ങൾ ആ കാണുന്ന ക്യൂ കണ്ടില്ലേ? നമ്മൾ അങ്ങനത്തെ ഒരു ലൂപ്പിൽ കറങ്ങിയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ പറ്റും പറ്റില്ല എന്നുള്ള ബോർഡൊക്കെ വായിച്ചിട്ട് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെല്ലാൻ. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞ് അതിൽ കൂടെ കുറച്ചൊക്കെ കറങ്ങി നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ബാഗേജ് ചെക്കിങ്ങിന് ഞാൻ പോയത്. അവിടെ വെച്ച് എൻ്റെ ബാഗിലുള്ളൊരു സാരി കാരണം അവർക്ക് എന്തോ ഫുഡാണെന്ന് തോന്നി എൻ്റെ പെട്ടി മൊത്തം തുറപ്പിച്ചു. ഈ കാണുന്ന കേട്ടോ ടെർമിനൽ 5 ഓഫ് ലണ്ടൻ ഹീത്രോ എയർപോർട്ട്. അത്യാവശ്യം നല്ല ബിസി എയർപോർട്ടാണ്. നല്ല റഷുണ്ട്. നിങ്ങൾ എവിടെ നോക്കിയാൽ ആൾക്കാരാണ്. ഓരോ ബെഞ്ചിലൊക്കെ നമുക്ക് ഈ സീറ്റ് പിടിച്ച് നമ്മൾ ഓടുകയെന്ന് അറിയില്ലേ, അങ്ങനാണ്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. എനിക്കറിയുന്ന എല്ലാ നാട്ടുകാരെയും ബന്ധുക്കളെയും ഞാൻ അവിടെ ഇരുന്ന് വിളിച്ചു. നമ്മൾ ലണ്ടനിൽ എത്തിയത് നാട്ടുകാരെ ഒന്ന് അറിയിക്കണമല്ലോ. പിന്നെ അവിടെ കുറച്ച് നേരം സ്റ്റാർബക്സിൽ പോയി വായു പൊളിച്ച് നോക്കിയിരുന്നു എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്ന് കരുതി. പിന്നെയാണ് ഞാൻ ഓർത്തത് ഇനി എങ്ങാലും എൻ്റെ കയ്യിലുള്ള NRI കാർഡ് ഒരെണ്ണമുണ്ട്, അതൊന്നും വർക്കായില്ലെങ്കിൽ ഞാൻ നാണം കെടും. പിന്നെ അവിടെ ഇരുന്ന് എൻ്റെ ലണ്ടനിലുള്ള കസിനെ വിളിച്ചു. ഞങ്ങളിങ്ങനെ മാപ്പൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് 2.5 hours ഓഫ് ഡിസ്റ്റൻസ്. പക്ഷെ എന്ത് ചെയ്യാം, എനിക്ക് പുറത്തേക്കും അവർക്ക് അകത്തേക്കും വരാൻ പറ്റത്തില്ല. ആ സങ്കടമൊക്കെ പങ്കുവെച്ചിരുന്നപ്പോഴത്തേനുമാണ് നോട്ടിഫിക്കേഷൻ വന്നു. എൻ്റെ ടെർമിനൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്ക് പോകേണ്ടത് B ഗേറ്റിലാണ്, B57 അങ്ങനെ എന്തോ. പയ്യെ ആടി തൂങ്ങി പോകാമെന്ന് ഞാൻ ആദ്യം കരുതി. പിന്നെ കണ്ടുപിടിച്ചിട്ട് ഇരിക്കാമെന്ന് കരുതി ഞാൻ പയ്യെ നടന്നു തുടങ്ങി. ഈ കാണുന്ന ആളിൽ ഇവിടെ ABC എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നപ്പോൾ ഇവിടെ അടുത്തില്ലായിരിക്കും എന്ന് ഞാൻ കരുതി. പക്ഷെ അല്ല ഗൈസ്, ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം നടന്നിട്ടാണ് ഞാൻ എൻ്റെ ഗേറ്റിലെത്തിയത്. ആ കാണുന്ന സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവിടെ എന്തിൻ്റെങ്കിലും മുമ്പിൽ വെച്ച് ഫോട്ടോ എടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ ഇതെന്തോ വലിയ സംഭവമാണെന്ന് കരുതി ഞാനും എടുത്തു ഒരു ഫോട്ടോ. പിന്നെ ഈ കാണുന്ന സ്റ്റീപ്പായിട്ടുള്ള എക്സ്കലേറ്റർ ഇറങ്ങി നമ്മൾ താഴത്തേക്ക് ചെല്ലും. അപ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് B ഗേറ്റിലേക്കുള്ള വഴി. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഇറങ്ങി ചെല്ലുമ്പോൾ ഇപ്പോൾ എത്തും അങ്ങടെ നിന്ന്. എവിടെ പിന്നെയും നമ്മൾ വന്ന് നിൽക്കുന്നു സെയിം മെട്രോയുടെ മുമ്പിൽ. ഇനി നമ്മൾ ഇതേ മെട്രോ കയറി തിരിച്ച് നമ്മൾ B ഗേറ്റിലേക്ക് പോകണം. നമ്മൾ സിയിൽ നിന്ന് Aയിലേക്ക് വന്നേ. ഇപ്പം നമ്മൾ സിയിൽ നിന്ന് നമ്മൾ തിരിച്ച് Bയിലേക്ക് പോകും. അപ്പോൾ ഇടയ്ക്കുള്ള സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാം. പിന്നെ ഈ മെട്രോ ഉള്ളതുകൊണ്ട് അത്ര ഇടയെങ്കിലും നടക്കേണ്ടി വന്നില്ല. ആൻഡ് മാക്സിമം എസ്കലേറ്റേഴ്സ് ഞാൻ അവോയ്ഡ് ചെയ്യുക ചെയ്തത്. കാരണം കയ്യിൽ ലഗേജ് ഉള്ളതുകൊണ്ട് ഞാൻ ലിഫ്റ്റിൽ കയറുക ചെയ്തുകൊണ്ടിരുന്നത് ബാക്കി ഇടയിലുള്ള ട്രാൻസിറ്റുകളിൽ. അപ്പോൾ അത്യാവശ്യം ഒരു ടെർമിനലിൻ്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ നല്ല ദൂരമുണ്ട്. അങ്ങനെ നിങ്ങൾ കരുതും ഞാൻ ഈ പോണയൊക്കെ കാണുമ്പോൾ എനിക്കെല്ലാം അറിയാമെന്ന്. പക്ഷെ അല്ല, ഒരു കുന്തം അറിഞ്ഞിട്ടല്ല കേസ്. എൻ്റെ മുമ്പിൽ പോകുന്ന ആൾക്കാർ എങ്ങോട്ട് പോകുന്നു ആ ഒഴുക്കിപ്പെട്ട് ഞാനും പോകുന്നു.
എങ്ങനെയെങ്കിലും നടന്ന് എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ഗേറ്റിൻ്റെ പേരൊക്കെ കാണുന്നു. അങ്ങനെയാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഇനി മെട്രോ നമുക്ക് കയറണ്ട. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമ്മളുടെ ഗേറ്റ് നമ്പർ ബിയിൽ തന്നെ എവിടെയാണ് നമുക്ക് പറഞ്ഞേക്കുന്ന ഗേറ്റ് നമ്പറിൽ എവിടെയാണെന്ന് വെച്ചാൽ പോവാം. കണ്ടോ, പറഞ്ഞ പോലെ ഞാൻ പിന്നെ ലിഫ്റ്റിൽ കയറി. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിഫ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ക്ലോസ്ട്രോഫോബിയ ഉണ്ട് ഇങ്ങനത്തെ ലിഫ്റ്റിൽ കയറാൻ. ഇങ്ങനെ നമ്മൾ നടന്ന് ഇപ്പോഴും എൻ്റെ കണ്ണ് സൈഡിലുള്ള ഫുഡ് ഐറ്റംസിനോടാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഡൗട്ട്ഫുള്ളാണ്. ഇവിടെ നിന്ന് വാങ്ങിച്ചോടെ പിടിച്ചിട്ടാലോ എന്ന്. ആ കിടക്കുന്നതാണ് കേട്ടോ എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ലണ്ടൻ ടു കാനഡയും ഞാൻ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്തേ. അപ്പോൾ ഞാനീ പറഞ്ഞ് ഇവിടുന്ന് കഴിഞ്ഞ് അവിടം വരെ എത്തിയപ്പോഴത്തേനും ഓൾറെഡി ബോർഡിങ് തുടങ്ങിയായിരുന്നു. പ്രയോറിറ്റിക്കാരുടെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഓടി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഞാനും ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാനായിട്ട് കയറി. ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ കണ്ട് അകത്തേക്ക് പോവാണ്. നമ്മൾ ആദ്യം ഞാൻ ട്രാവൽ ചെയ്ത ആ ഫ്ലൈറ്റിൻ്റെ അത്രയും പുതിയൊരു ഫ്ലൈറ്റ് അല്ല ഇത് ഇവരുടെ ബിസിനസ് ക്ലാസ് സീറ്റ്സാണ്. ഇച്ചിരി പഴയ ഒരു ഫ്ലൈറ്റാണ് ലണ്ടൻ ടു കാനഡ എനിക്ക് കിട്ടിയത്. ഞാനിങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകമൊക്കെ പയ്യെ റെക്കോർഡ് ചെയ്ത് ബാഗ് കഴിച്ച് പോകുന്നു. ഇത് പ്രീമിയം എക്കോണമിയാണ്. പ്രീമിയം എക്കോണമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇച്ചിരി കൂടി ലെഗ് സ്പേസ് കൂടുതലാണ് എക്കണോമിക്കാരെക്കാളും. അത് പക്ഷേ റേറ്റും അതുപോലെ തന്നെ നന്നായിട്ട് കൂടുതലാണ് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം എക്കോണമി. എനിക്ക് എൻ്റെ സ്നേഹവാനായ ഭർത്താവ് നല്ലൊരു സീറ്റ് ഈ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്ത് തന്നിരുന്നു. എൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, വിൻഡോ ഇല്ലാത്ത വിൻഡോ സീറ്റാണ് അദ്ദേഹം എനിക്ക് ബുക്ക് ചെയ്ത് തന്നത്. അപ്പം ആളെ എനിക്ക് കൈ കിട്ടിയതൊന്ന് കൊല്ലണം എന്ന് തോന്നും. കാരണം അതിലും നല്ലത് ഏൽ സീറ്റായിരുന്നു. നമുക്ക് കുറച്ച് അടിച്ച് നടക്കാനും എളുപ്പമുണ്ട്. ഇത് വിൻഡോ സീറ്റ് കിട്ടുകയും ചെയ്തു, വിൻഡോ ഇല്ലാതാനും. ഇവിടെ മറ്റ് ഫ്ലൈറ്റിൽ കണ്ട പോലെയല്ല, നമുക്ക് റിമോട്ടൊക്കെ ഉണ്ട്. ഇത് വലിച്ച് പറിച്ചൊക്കെയാണ് ഞാൻ എടുത്തത്. പിന്നെ ഇത് തിരിച്ചു വെക്കണമെങ്കിൽ വയറ് മൊത്തം അകത്തേക്ക് കുത്തി കയറ്റിയിട്ടേ വെക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. റിമോട്ടൊക്കെ എടുത്തിരിക്കണം കാണുമ്പോൾ നിങ്ങൾ കരുതും ഞാൻ എന്തോ വലിയ കാര്യമായിട്ട് കാണാൻ പോകും. അല്ല ഗൈസ്, എൻ്റെ സ്വന്തം മാപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാം. എൻ്റെ മെയിൻ ഹോബി ഫ്ലൈറ്റിൽ കയറിയിരുന്ന മാപ്പ് നോക്കിയിരിക്കലാണ്. എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും കാണാൻ തുടങ്ങിയാലും ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ മാപ്പ് നോക്കണം. അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ ഈ തവണത്തെ ട്രാവലിൽ എനിക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2 ഫ്ലൈറ്റിലും എനിക്ക് വൈഫൈ കിട്ടുന്നുണ്ടായിരുന്നു. ഇവരുടെ എന്തോ ഞാൻ മറന്നുപോയി അതെന്താന്ന്. ഇവരുടെ ഒരു സൈനപ്പ് ചെയ്തിരുന്നാൽ നമുക്ക് ഓൺ ഫ്ലൈറ്റിൽ നന്നായിട്ട് വൈഫൈ കിട്ടും. അതെന്താണെന്ന് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമായിരിക്കും. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് വിൻഡോ ഇല്ലാത്തതുകൊണ്ട് പുറകിലിരിക്കുന്ന അമ്മച്ചിയുടെ വിൻഡോയിലേക്ക് ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഈ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കുന്നത്. ഇങ്ങനെ മേഘപാളികൾ ഇങ്ങനെ നിൽക്കുന്നതാണ്, നല്ല രസമുണ്ട്. എനിക്കിതൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു, ഞാൻ വീഡിയോ എടുത്തിട്ട് കണ്ടേ. ഇവർ കാര്യമായിട്ട് ഫുഡൊന്നും നമുക്ക് തന്നു, പക്ഷേ എനിക്ക് മറ്റേ ഫ്ലൈറ്റ് പോലെ ഫുഡൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇടയ്ക്ക് തണുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടു. അങ്ങനെ ഇവിടെ ഫുഡ് വന്നു. ഫുഡ് വലിയ രസമില്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. റൈസൊക്കെ ആയിരുന്നു കാര്യം, പക്ഷേ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. മേ ബി ആദ്യം കഴിച്ചിട്ട് വലിയ വിശപ്പില്ലാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല. പിന്നെ കുറച്ചധികം സമയം ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് പോയിട്ട് ബാക്കിൽ പോയി നിന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ സ്നാക്സ് എന്തോ റോള് പോലത്തെ സാധനം നമുക്ക് കൊണ്ടുത്തന്നു. മറ്റു ഫ്ലൈറ്റ് കിട്ടിയാലോ സ്നാക്സ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പോയി നോക്കി ഒരു ചായ മാത്രം വാങ്ങിച്ച് കുടിച്ചു. കാര്യമായിട്ട് സ്നാക്സ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ നോക്കുമ്പോൾ നമ്മൾ ടൊറൻറ്റോ അടുക്കുകയാണ്. ടൊറൻറ്റോ പിയേഴ്സൺ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞു വരും. എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണെങ്കിൽ അങ്ങ് പീക്ക് ലെവലെത്തി ഗൈസ്. കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 8 years ആയിട്ട് അറിയാം. ഇത്രയും വർഷമായിട്ട് അറിയുന്ന സമയത്ത് ഫുൾ ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. ഫൈനലി ഞങ്ങൾ ഇനി ഒരുമിച്ചാവാൻ പോകുന്നു, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട്. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ് നമുക്കിങ്ങനെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതൊക്കെ. കണ്ട ഇവിടെ വന്നപ്പോൾ ആൾക്കാരെല്ലാം ചാടി എഴുന്നേറ്റ് ഇറങ്ങി ഓടാൻ വേണ്ടി റെഡിയായി. നമ്മൾ ആ എയർപോർട്ടിൽ ഇറങ്ങി. അതാണ് ടൊറൻറ്റോ പിയേഴ്സൺ എയർപോർട്ട്. നമ്മൾ ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കൗണ്ടറുണ്ട്. അവർ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു പേപ്പർ നമുക്ക് കയ്യിൽ കിട്ടും. ആ പേപ്പറൊക്കെ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ലണ്ടൻ എയർപോർട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഏതാണ്ട് വിജനമായ ഭൂമിയിൽ വന്ന പോലെ തോന്നും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തലയൊക്കെ കീറി ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. കുറേ നാൾ കൂടി കാണുന്നില്ലേ. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞു, എൻ്റെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ബോർഡർ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് നിന്നു. പക്ഷെ ഞാൻ ഏറ്റവും തിരക്കുള്ള കൗണ്ടറിൽ വന്ന് നിന്നുകൊണ്ട് ജിജും വരുന്നതും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വണ്ടി കയറേണ്ടി വന്നു. അതിൻ്റെ പരാതിയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പുള്ളിക്കാരി എനിക്ക് പൂവൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്, പിന്നെ അത് വണ്ടി വെച്ച് തന്നു. ആ സന്തോഷത്തിന് വീട്ടുകാർ ചോദിച്ചപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ച് വീടിൻ്റെ അകത്ത് വന്നപ്പം വീടൊക്കെ ആൾ ഫുള്ള് ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ആ സന്തോഷം പങ്കുവെച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.